കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 45 മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തിയായി. തിരുവള്ളുവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയത്. രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ച ധ്യാനം തെരഞ്ഞെടുപ്പിൽ നേട്ടമാകും എന്നാണ് BJPയുടെ പ്രതീക്ഷ. മുരളി മനോഹർ ജോഷി നയിച്ച ഏക്താ യാത്രയുടെ ഭാഗമായി 1991 വിവേകാനന്ദ പാറയിലെത്തിയ നരേന്ദ്രമോദി 33 വർഷങ്ങൾക്കു ശേഷം 3 ദിവസം ധ്യാനമിരുന്ന് മടങ്ങുമ്പോൾ ഉന്നമിടുന്ന രാഷ്ട്രീയം അന്നത്തെക്കാളും വലുത്. വിവേകാനന്ദ പാറയിൽ നിന്ന് സൂര്യോദയം കണ്ടും ജപമാലയുമായി വലയം വെച്ചും ഓംകാരം മുഴക്കിയും ധ്യാനത്തിന്റെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. കന്യാകുമാരി ദേവിയെ വണങ്ങി വെളുത്ത വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ച ധ്യാനത്തിന് പോയ പ്രധാനമന്ത്രിയെ പിന്നീട് കണ്ടതെല്ലാം കാവ്യവസ്ത്രത്തിൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളെയും പരാതികളെയും ഗൗനിച്ചില്ല. മടങ്ങുന്നതിന് തൊട്ടുമുൻപ് തിരുവള്ളുവരുടെ പ്രതിമയ്ക്ക് മുൻപിലും പ്രധാനമന്ത്രിയുടെ ആദരം. സുരക്ഷാ സേനകളുടെ അകമ്പടിയോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് ബോട്ട് മാർഗം കരയിലെത്തിയ പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ ഹെലിപ്പാഡിൽ നിന്ന് പറന്നുയർന്നത് 2 ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ 3:55-ന്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ മടങ്ങി. ആത്മീയതയ്ക്കപ്പുറം രാഷ്ട്രീയം കൂടിയുള്ളതുകൊണ്ട് നരേന്ദ്രമോദി ധ്യാനത്തിലൂടെ പ്രാർത്ഥിച്ചത് സഫലമായോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാകും. കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ശേകുമാർ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.